ഞാനും അമ്മയും മാത്രമല്ല, അതെ ബാക്കിലൊരു ഇതിനെ കാണുന്നില്ലല്ലോ. ഇത് മാത്രമല്ല, ചേച്ചിയും ഞങ്ങളൊക്കെ കൂടെ ഒരു ട്രിപ്പ് പോവാണ്. ഞങ്ങളുടെ അമ്മ ട്രിപ്പ് പോവാണ്. ഞങ്ങൾ എല്ലാവരും സുന്ദരികളാവാൻ പോവാ. ഓൾ ദി ഗേൾസ് ഇൻ ദി ഹൗസ്. ഞാൻ ഈ പണി എടുക്കണ കാരണമുണ്ടല്ലോ എന്റെ കയ്യും എന്റെ കാലും ഇങ്ങോട്ട് മുരടിച്ചു പോയി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വ്ളോഗിൽ അമ്മ പറഞ്ഞായിരുന്നു വയ്യ, അതുപോലെ ലുക്കും ഒക്കെ ആകെ ഒന്ന് സാഡ് ആയിട്ട്. പണിയെടുത്ത് മക്കളെ ഒന്നും പറയണ്ട. അതെന്താന്നറിയോ അമ്മ, എന്റെ ദൈവമേ, പണിയെടുക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പണിയെടുക്കണ്ടല്ല, ഇവര് എനിക്ക് സഹായത്തിന് ആള് എടുത്തോ അമ്മ എടുത്തോ എന്ന് പറഞ്ഞ് ഇവര് ആളെ ആക്കി തരാൻ ഇവർക്ക് നേരമില്ല. അവർ ജീവിതമാർഗത്തിന് കടയും ഷോപ്പും അങ്ങനെ അമൃത പാട്ട് പ്രാക്ടീസ് അങ്ങനെ പോണു. അപ്പൊ എനിക്ക് നീ എന്റെ അടുത്ത് വന്ന് നോക്കണി അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ കുട്ടികള് എന്താ വെച്ചാല് എനിക്ക് ആളെ സഹായത്തിന് അമ്മ വെച്ചോ അങ്ങനെ പറയും. പക്ഷെ ഞാൻ അങ്ങനെ അങ്ങോട്ട് സഹായത്തിന് വെക്കില്ല. ഓരോ ദിവസമൊക്കെ വന്ന് പോണ പോലെയൊക്കെ ആക്കും. പക്ഷെ പണി എടുത്തിട്ടൊന്ന് നമ്മൾ അവശതയാവും, നമ്മുടെ കൈയൊക്കെ ചീത്തയും. എന്റെ കസിൻസ് അല്ലല്ല, ഞാൻ വ്ളോഗ് ചെയ്തോണ്ടിരിക്കാം. നമ്മുടെ കസിൻസ് ആണ്. അല്ലല്ല, അത് കുഴപ്പമില്ല. അവര് ടാറ്റോ ആണ്, ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ദേ പിള്ളേരൊക്കെ പോവാണ്. ഇത് എന്താണ് K-pop ഫാൻസ് ആണ് രണ്ടുപേരും. അവള് മാത്രമാണ്. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ നന്നായി പാടും മോള്. നന്നായി മോളെ കാണുന്നില്ല. മോള് നന്നായിട്ട് പാടും. ശിവനന്ദ എന്നാണ് പേര്. ഇതിന്റെ ഒഫീഷ്യൽ നെയിം എനിക്കറിയില്ല, കണ്ണെന്ന് മാത്രമേ അറിയുള്ളൂ. ദേവാനന്ദും ശിവാനന്ദയും അല്ലേ? അപ്പൊ രണ്ട് നന്ദന്മാരാണത്. ഇത് മൂത്ത നന്ദ, സ്മേര. ഓക്കെ, അപ്പൊ ഞങ്ങളും ഇറങ്ങാം. ശരി. അപ്പൊ കസിൻസ് വീട്ടിലുണ്ടായിരുന്നു. അവരവരുടെ വണ്ടിയിലാണ് വന്നേക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചാണ് പോവുക. അപ്പൊ അതാണ് കാര്യങ്ങൾ. അമ്മ വീട്ടില് അമ്മയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് അമ്മ തന്നെ തീരുമാനിച്ച് ഫുൾ ടൈം അമ്മ ജോലി ചെയ്യും. അതൊരു രീതിയിൽ ഗുഡാണ്. കാരണം അമ്മ ഒരിക്കലും റെസ്റ്റ് ചെയ്യില്ല. നോ റെസ്റ്റിംഗ്. റെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഇഷ്ടമല്ല. രാത്രി വരെ എന്തോ ഒരു നിർബന്ധം കാരണം മാത്രമാണ് ഉറങ്ങണത്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക, എന്നിട്ട് വയ്യാണ്ടാവും. ഇതാണ് നമ്മുടെ ഒരു പരിപാടി. ഞാൻ എന്നും എല്ലാ പണിയും കഴിഞ്ഞിട്ട് എന്നും ഒരു പഴയ മൂവി കാണും. മോസ്റ്റ്ലി പ്രേതം അല്ലെങ്കിൽ ദൈവത്തിന്റെ പടം. പുതിയതൊന്നും അങ്ങനെ കാണില്ല. കൃഷ്ണപരുന്ത്, ഭാർഗവി നിലയം, പ്രേംനസീറിന്റെ പടമൊക്കെ ഇരുന്ന് ശ്രീ അയ്യപ്പൻ. അപ്പൊ ശരി. ഗുരുവായൂർ കേശവൻ. അപ്പൊ ശരി, എന്തായാലും ചേച്ചി ഉണ്ട് ഇന്നത്തെ സലൂൺ ഡേയില്, സ്പാ ഡേയില്. ഞങ്ങള് ചേച്ചി വേറെ സ്ഥലത്തായിരുന്നു. ചേച്ചി അങ്ങോട്ട് ജോയിൻ ചെയ്യപ്പോ ഞങ്ങൾ പങ്കെടുക്കും. അപ്പൊ പാപ്പുനെ വിളിച്ച പാപ്പോന്ന്. ഇവരുടെ ജനറേഷനിലെ പിള്ളേരൊക്കെ ഏകദേശം ഒരു എവിടെയും കൊണ്ടോ ഒരു പൊട്ടത്തരം ഉണ്ടോന്ന് എനിക്കൊരു സംശയം ഉണ്ടടി. ശരിട്ടാ, ഞങ്ങളെത്തി പാർക്കിംഗ് ലോട്ടിലാണ്. നല്ല കിള്ളം പാർക്കിംഗ് ആണ്. ഞാൻ സ്ഥലം കാണിച്ചത് നമ്മുടെ ജോസ്കോന്റെ ഓപ്പോസിറ്റ്, MG റോഡുള്ള ജോസ്കോന്റെ ഓപ്പോസിറ്റുള്ള. നീ ഇവിടെ വന്നുണ്ടോ അതിന് മുമ്പ്? പാപ്പു ഞാൻ പോയി അപ്പോ ആ സ്ഥലങ്ങളിലൊക്കെ പാപ്പു പോയിട്ടുണ്ട്. അങ്ങനെ ഒന്ന് പിടിച്ച് ഇത് പാപ്പു പുറത്തുകൊണ്ടുപോകാൻ വേണ്ടി വെച്ച നല്ല നല്ല മാച്ചിങ് ആയിരുന്നു. നോക്കട്ടെ, ഇങ്ങോട്ട് നമ്മളെ കാണിക്കും. ഓക്കെ, സോ ഐ ഷോ യു ദ സലൂൺ. ചേച്ചിയും എത്താറായി. കാണിച്ചതാ. എന്താ മേ എന്താ? സോ നമ്മുടെ ഷീമാട്ടിയുടെയും ജോസ്കോന്റെയും സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണിത്. FTV സലോൺ. യെസ്, ഫാഷൻ TV. അത് തന്നെ, ഫാഷൻ TV സലോൺ. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? ഭയങ്കര രസമുണ്ട് ഇവിടെ കാണാൻ. പൊട്ടൻ വന്ന് പൊട്ടൻ, പാപ്പ പൊട്ടൻ. നല്ല ഭംഗിയുണ്ടല്ലോ അമ്മ ഇവിടെ കാണാൻ. ഇവിടെ ഉള്ളത് അമൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഏത് ക്രിസ്മസിന്റെ എങ്ങാണ്ടും വ്ളോഗിൽ അമലിനെ കണ്ടിരുന്നില്ലേ? അപ്പോൾ അമലാണ് ഇവിടെ ഉള്ള ഒരു മെയിൻ ആള്. അപ്പോൾ അമലും ഞാനും നമ്മളൊരു ഹിസ്റ്ററി ഉണ്ട്. ഞങ്ങൾ സ്കൂളിൽ വെച്ച് ചുമ്മാ വഴക്കുണ്ടാക്കിയിട്ട് ഇടി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി കൂട്ടി എന്നെ ക്ലാസ്സിൽ നിന്ന് ചവിട്ടി പുറത്തേക്ക്. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയണമല്ല, കാരണം അമ്മയൊക്കെ ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോളൂ. എന്നെ ചവിട്ടി പുറത്ത് തെറിപ്പിച്ചിട്ടിട്ട് എനിക്ക് പിന്നീട് ഒരു വിതിൻ 2-3 months ഡിസ്പ്രൊലാപ്സ് ആയി. പിന്നെ ഒരു 6 മാസത്തോളം കാണും ഇതിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഫുള്ള് സെറ്റായി. കാരണം അത്രയും ചെറിയ 13-14 വയസ്സിലായിരുന്നു സംഭവിച്ചത്. അപ്പോൾ അത്ര സ്നേഹമുള്ള ബന്ധമാണ് ഞങ്ങൾ. എനിവേസ്, ഞാൻ നിന്നെപ്പറ്റി പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞ്
അപ്പോൾ അമൽ അവിടെ മാനേജ്മെൻറ്റ് പരിപാടികളൊക്കെ അമലാണ് ചെയ്യണം. ചേച്ചി ഇതിന് മുമ്പ് അവിടെ വന്നിട്ടുണ്ട്, ചേച്ചിയും പാപ്പും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ വരുമ്പം പാപ്പിനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്താറില്ല, അവളെ ഓയിൽ മസാജോ അങ്ങനെ എന്തെങ്കിലും മുടിക്കുകയൊക്കെ ചെയ്യും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേറെ വലിയ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും അല്ല. ഇനി അതിൽ കയറി പിടിക്കണ്ട. ആൻഡ് ഇവിടെ കുട്ടികൾക്കൊക്കെ ഹെയർ കട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഞാൻ കുറേ വീഡിയോസിൽ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ആക്ച്വലി ലാസ്റ്റ് ടൈം ലുലുവിൽ എന്തോ പോയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ചൈൽഡ് ഹെയർ കട്ട് സ്പേസ് കാണുന്നത്, വണ്ടിയൊക്കെ പോലത്തെ. അത് നല്ല പ്രീമിയമായിട്ട് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇറ്റ്സ് വെരി നൈസ്ലി ഡൺ. താങ്ക് യു. ഇച്ചിരിയൊക്കെ പയ്യൊക്കെ കുടിക്കുമേ, വെള്ളം തൊണ്ടേ കുരുങ്ങും. ലിറ്റിൽ ബൈ ലിറ്റിൽ സിപ്പ് ചെയ്ത് കുടിക്കണം. അത് അറിഞ്ഞിട്ടാണോ അത് ഇതിങ്ങനെ കുടിച്ചത്? കുറച്ച് വെള്ളം തന്നെ കുടിക്കുമ്പോൾ അത് കുറേശ്ശെ കുടിക്കുമ്പോൾ ഉറക്കെ പറയൂ. കുറച്ച് വീതം കുടിക്കുമ്പോൾ അതിങ്ങനെ നമ്മുടെ എല്ലാ സ്ഥലത്തേക്ക് ഇങ്ങനെ ആക്കും. മറ്റേത് നേരെ കിഡ്നിയിലേക്ക് പോകും എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. ഇത് മറ്റേതെല്ലാം നമ്മുടെ ഓരോ പാർട്സുകളിലേക്ക് എല്ലായിടത്തും അങ്ങനെ പോകും. അതുകൊണ്ട് വെള്ളം എപ്പോഴും ഇങ്ങനെ കുടിക്കരുത്. പതുക്കെ കുറച്ച് കുടിച്ചിട്ട് സിപ്പ് ബൈ സിപ്പായി കുടിക്കാം. സിപ്പ് ബൈ സിപ്പാണോ കുടിച്ചത്? സിപ്പും കൽപ്പും സിപ്പും കൽപ്പും. എന്നാലും നമ്മള് അങ്ങനെ കുടിക്കുന്നതാണ് ഈ 3 ലിറ്റർ വെള്ളം എന്നൊക്കെ പറയുന്നില്ലേ, അത് ശരീരത്തിൽ ഗുണം ചെയ്യണത് അങ്ങനെ കുടിച്ചാൽ മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ ഈ 3 ലിറ്റർ കൂടെ ഒരു കുപ്പി ലിറ്റർ കുടിച്ചൊന്നും ഒരു കാര്യമില്ല കേട്ടോ. പറഞ്ഞേ വേണം. ചേച്ചിക്ക് ഈ പഞ്ചാബി ഹുഡി ഡ്രസ്സൊക്കെ എവിടെ നിന്ന് കിട്ടണേ? ഇറ്റ്സ് നൈസ്. നൈസായിട്ടാ പറഞ്ഞേ. പാന്റും ചെരുപ്പും ബേക്കായിരിക്കും. ഓ മറ്റേ ഇപ്പൊ പറഞ്ഞു വന്നപ്പോ ചേച്ചിയുടെ വാട്ട് ഇസ് യുവർ ടോട്ടൽ അറ്റയർ വേർത്ത് എന്നുള്ള പോലെ ഇപ്പൊ എന്നാ ഫുള്ള് പറഞ്ഞു. ചേച്ചിനെ ഒരു തള്ളുകാരിയാക്കി ഇപ്പൊ ഇതോട് ഈ വീഡിയോയോട് തീരുമാനമാക്കി തരാം. നാട്ടിൽ 200 രൂപ എങ്ങാണ്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിന് മെറ്റീരിയലൊക്കെ നല്ല രസമുണ്ട്. ആക്ച്വലി നമ്മൾ ബാങ്കോക്കിൽ നിന്ന് എടുത്ത കുറെ സാധനങ്ങളൊക്കെ വെറുതെ കച്ചറ കുച്ചറ മെറ്റീരിയൽ ആയിരുന്നു, പറഞ്ഞെടുത്തതൊക്കെ കളയേണ്ടത്. പക്ഷെ ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ താഴെ പാന്റ് ഒരു സാബിന്റെയുടെ ആണ്, എമൗണ്ട് അറിയില്ല, അറൌണ്ട് 1000 അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ. പിന്നെ ചെരുപ്പം കണ്ണട ഇത് ന്യൂമിന്ന് എന്തോ പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇത് പവേർഡ് ഗ്ലാസ് ആണ്. ഒരു 5-6 റേഞ്ചൊക്കെ ഉള്ളൂ. മറ്റേ റൈബാൻ പരിപാടി. ഇത് ബെർക്കിന്റെ ചെരുപ്പാണ്. ഇതിന്റെ പുറകിലും കഥയുണ്ട്. അതായത് ഞാൻ സാധാരണ ചെരുപ്പിനൊന്നും അങ്ങനെ പൈസ സ്പെൻഡ് ചെയ്യുന്ന ആളല്ല. പക്ഷെ എന്താണ് ഈ 1000 റേഞ്ച് അല്ലെങ്കിൽ അതിൽ എനിക്ക് ഏറ്റവും കുറഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ കാണാൻ ലുക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ വാങ്ങിച്ച് കൂട്ടി ഓരോ പ്രാവശ്യം അത് ഇടും, അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും, ഇടും പിന്നെയും പൊട്ടിപ്പോവും. അങ്ങനെ ഞാൻ വെച്ച് നോക്കിയപ്പോൾ ആക്ച്വലി കുറേ പൈസ ചെരുപ്പിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്തു നല്ലൊരു ബ്രാൻഡ് വാങ്ങിച്ച് കുറച്ച് അധികം നാളെ അങ്ങോട്ട് ഇടാം. എൻ്റെ ഫ്രണ്ട് ഇതേമാതിരി യൂസ് ചെയ്തിട്ട് അവൾക്കൊരു വർഷത്തോളം ഒരേ ചെരുപ്പ്. അതാണ് ബെർക്ക്. പക്ഷെ അപ്പൊ ബെർക്കിന്റെ എമൗണ്ട് കംസ് അറൗണ്ട് ലൈക്ക് 8-10 പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. ഇതിന് 4000. ഈ കിടക്കുന്നതും ബെർക്കിനാണ്. ബെർക്കിന് ഞങ്ങൾ അമ്മയ്ക്ക് ബർത്ത്ഡേക്ക് അല്ല ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുത്താൽ. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ വാങ്ങിച്ചു കൊടുത്താൽ. അമ്മയ്ക്ക് ഇടയ്ക്ക് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചു കൊടുത്താൽ, അച്ഛയുടെ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ വാങ്ങിച്ചു കൊടുത്താൽ. കാരണം അച്ഛ ഉള്ളപ്പോൾ അച്ഛ ആനിവേഴ്സറിക്ക് അത്രയും കാലമൊന്നും അങ്ങനെ വലിയ ഇതില്ലെങ്കിൽ ആനിവേഴ്സറിക്ക് അച്ഛൻ നല്ല ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അതാണ് അമ്മയുടെ ബേക്കിന്റെ പുറകിലുള്ള കഥ. അപ്പോൾ ഇനി നമുക്ക് വന്ന കാര്യത്തിലേക്ക് കിടക്കാം. 1 by 1 എല്ലാവരുടെയും സലൂൺ കാര്യങ്ങൾ. ഇനി വിളിച്ചോ. ഞാനിപ്പോൾ എൻ്റെ സ്വന്തം സ്ഥലം പോലെ ഡോറൊക്കെ പൂട്ടി പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. We want to do something blonde regularly and blonde and surprise ആണ് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഞങ്ങളുടെ ഒരു ഓയിൽ മസാജ് ചെയ്യുമ്പോൾ തലയിൽ. അപ്പോൾ പാപ്പുവിന് ഓയിൽ മസാജ് എന്നൊക്കെ പറയുമ്പോൾ അത്ര കട്ടിയിലൊന്നും ചെയ്യുന്നതെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. അവളെ വീട്ടിലങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റാത്തതുകൊണ്ട് കൂടെ കൊണ്ടുവരും. എന്നിട്ട് എണ്ണ ഇട്ടിട്ട് ചെറിയ മസാജ് ചെയ്യിപ്പിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ പരിപാടികളും കാര്യങ്ങളൊന്നും അല്ല. ആൻഡ് മസാജ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ആൽമണ്ട് ഓയിലായിരുന്നു. അത് കഴിഞ്ഞ് മുടിയൊക്കെ വാഷ് ചെയ്ത് ഞാനും അവളും സെറ്റായി. അത് കഴിഞ്ഞ് അമൃത ചേച്ചിക്ക് കുറച്ച് ഹെയർ കളറിങ്, പിന്നെ അമ്മ ഞാനും സമയമുള്ളത് കൊണ്ട് എല്ലാവരും ഒരുമിച്ച് വന്ന് പോകാമെന്നുള്ളതായിരുന്നു പ്ലാൻ. പക്ഷെ അവസാനമായപ്പോഴത്തേക്കും പ്ലാനിൽ വ്യത്യാസമൊക്കെ വന്നു. എന്നാലും നമ്മൾ ആ ഒരു സമയത്ത് മാനിക്യൂർ ചെയ്തു, നെയിൽ പോളിഷ് ചെയ്തു. അമ്മയുടെ പിന്നെ കൈക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇഷ്ടമായോ? നാം ക്യാ ഹേ? ദീപ.
ദീപ. താങ്ക് യു. അപ്പോൾ ദീപ എന്ന് പറയുന്ന ഒരു സുന്ദരിക്കുട്ടിയാണ് അമ്മയ്ക്ക് മാനിക്യൂറൊക്കെ ചെയ്തത്. പിന്നെ കാജൽ എന്ന് പറഞ്ഞ കുട്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരെയും കാണാം. മണിപ്പൂരിൽ നിന്ന് കണ്ടുവാണെന്ന് തോന്നുന്ന സ്ഥലം. അങ്ങനെ പെട്ടെന്ന് ക്യാമറ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും കാണാൻ ശരിക്കും ഒരുപോലെ ഉണ്ട് കേട്ടോ. ശരിക്കും ഉണ്ട്. കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും എനിക്ക് അമ്മയുടെ അത്ര ഭംഗി ഉണ്ടാവും എന്നറിയില്ല. പക്ഷെ എന്നാൽ ഇപ്പോഴാണെങ്കിലും ഏകദേശം നല്ല രീതിക്ക് ഒരുപോലെ തന്നെ ഉണ്ട് നമ്മൾ രണ്ടുപേരും കാണാമെന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എസ്പെഷ്യലി ഈ ഇടയായിട്ട് ശരിക്കും തോന്നാറുണ്ട്. അങ്ങനെ പല വട്ടമായിട്ട് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്ത് ജെൽ പോളിഷ് ഇട്ടിട്ട് എൻ്റെ നെയിൽ ഭയങ്കര തിന്നായ. പിന്നെ അങ്ങോട്ട് കാണാൻ അത്ര ഭംഗിയില്ല എന്നുണ്ടെങ്കിലും നെയിൽ എക്സ്റ്റൻഷൻസ് അധികം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് പാപ്പവും ഞാനും അമ്മയ്ക്ക് ഏകദേശം ബോറടിച്ചിരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ സർവീസസ് ആയിട്ട് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഐ മസ്റ്റ് സേ ഇവരുടെ എല്ലാ സർവീസസും അടിപൊളിയാണ്. സ്റ്റാഫ്സ് ആണെങ്കിലും ഭയങ്കര എന്താ പറയുക, വെൽ ബിഹേവ്ഡ് ആണ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം എൻ്റെയും പാപ്പുവിൻ്റെയും അമ്മയുടെയും കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാണ്, അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പം ഹോപ്പ്ഫുള്ളി ഇതോടുകൂടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഫുള്ളി ഇരുട്ടായിരിക്കും. ഞാൻ അമ്മയും മന്ത്ലി ഞങ്ങൾ ചെയ്യണ ഒരു ബോഡി മസാജ്. ആൻഡ് ചേച്ചി അവിടെ ചേച്ചിയുടെ മുടിയെല്ലാം കളർ ചെയ്ത് ചേച്ചിനെ പുതിയൊരു ലോകം. ചേച്ചിനെ ആകെ വെള്ളത്തിലേക്ക് മുക്കി വെച്ചേക്കുന്നത്. എന്റെ തലയിൽ നരയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം മാറ്റി. പ്രായമായത് പാപ്പു അറിയണ്ടേ, കണ്ടുകഴിഞ്ഞാല് ആന്റി പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫുൾ അങ്ങോട്ട് മാറ്റി. കുശുമ്പാണേ, കാരണം അല്ലെങ്കിൽ എല്ലാവരും പറയും സിസ്റ്റേഴ്സ് ആണോ എന്ന് ചോദിക്കും. ഓ ഓ മലയാളീസ് അല്ലാത്ത നമ്മൾ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ ചോദിക്കുന്നത് സിസ്റ്റർ ആണോ. പറഞ്ഞോണ്ടേ ഒരു പ്രാവശ്യം ആരെങ്കിലും ഒരു പ്രാവശ്യം ചോദിച്ചു പിന്നെ അടുത്ത വർഷം. പക്ഷെ ചോദിച്ചിട്ടില്ല റിയലി. അടുത്ത വർഷം വരെ ഇത് പറഞ്ഞോണ്ടിരിക്കും. ഓക്കെ ഓക്കെ. പക്ഷെ ചോദിച്ചിട്ടില്ലേ? അപ്പൊ എനിവേസ് ഗൈസ്, വി ആർ സൈനിങ് ഔട്ട് ഫ്രോം ടുഡേസ് എപ്പിസോഡ് ഓഫ് സ്പാ ഡേ വിത്ത്, അതാ പറയാൻ പെട്ടെന്ന് സ്പാ ഡേ വിത്ത് ദ ലേഡീസ് ഇൻ ദ ഹൗസ്. അപ്പൊ എല്ലാവരും ഒന്ന് ടാറ്റ തന്നെ. അമ്മ ചേച്ചി കയ്യിനകത്ത. അവിടുന്ന് നേരെ ഞാനും അമ്മയും സ്പാരോ എന്ന് പറഞ്ഞ പനമ്പള്ളിയിലുള്ള ഒരു മസാജ് സെൻറ്ററിലേക്ക് വന്നു. ഒരുപാട് വർഷമായിട്ട് ഞങ്ങൾ റെഗുലറായിട്ട് വരുന്നതാണ്. ആൻഡ് വീട്ടിൽ മെനപ്പോസൊക്കെ കഴിഞ്ഞ അമ്മമാരുണ്ടെങ്കിൽ അവർക്കിടയ്ക്ക് നിങ്ങൾക്ക് വിശ്വാസമുള്ള ടൈപ്പ് ഓഫ് മസാജ് ചെയ്യിപ്പിക്കുന്നത് നന്നായിരിക്കും. കാരണം അവരുടെ ബോഡിയിലുള്ള ബ്ലഡ് ഫ്ലോ റെഗുലേഷൻ എസ്പെഷ്യലി ആഫ്റ്റർ മെനപ്പോസിനുള്ള അത് നമ്മൾ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അമ്മ ഉറക്കമൊക്കെയും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇച്ചിരി സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് പോകുന്നതാണ്. ഇതിനൊരിക്കലും ഒരു ലക്ഷറി ആയിട്ട് കാണരുത്. നമ്മുടെ പേരൻസിന് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് എസ്പെഷ്യലി ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഗുഡായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മസാജിന് മുമ്പ് അവർ ചെറിയൊരു ഷോട്ട് ഓഫ് ഹോട്ട് ലെമൺ ആൻഡ് ഹണി ആയിട്ടുള്ളൊരു ഷോട്ട് തരും നമ്മുടെ ബോഡീനെ ഒന്ന് പ്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് അമ്മ പറയുന്നത്. പക്ഷേ എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ അത് മുറിഞ്ഞു പോയിട്ട് ഞാൻ തന്നെ പറഞ്ഞു തീർക്കാമെന്ന് വെച്ചു. അതാണ് അഖിലാണ് ഇവിടെ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ടുള്ള ആള്. നമ്മളിപ്പോഴും ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. പേരെന്തായിരുന്നു? ദീപിക. ഓക്കെ ഗൈസ്, സോ വിത്ത് ദാറ്റ് വി ആർ കമ്മിങ് ടു ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ടുഡേയ്സ് വ്ളോഗ്. ഞാൻ പറഞ്ഞില്ലേ വേറൊരു സ്ഥലത്തും കൂടെ കൊണ്ടുപോകുന്നുണ്ടെന്നത്. ഞങ്ങളുടെ സ്ഥിരം സ്ഥലമാണ്, ഒരുപാട് വർഷമായിട്ട്. അപ്പം ഒന്നുകൂടെ പോയി പറയാമല്ലേ. സംസാരിച്ച് വന്നപ്പോഴാണ് ഇപ്പോൾ കണ്ട ദീപിക ഗിരീഷ് പുത്തഞ്ചേരി സാറ് ഡോക്ടറിനിലോ ആണെന്ന് മനസ്സിലായത്. ആൻഡ് ഷീസ് എ ഡോക്ടർ. അങ്ങനെ കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ മസാജിന് കയറി അത് ഫിനിഷ് ചെയ്തു. അപ്പം എണ്ണയും മേത്തും തലയിലും ഒക്കെ എണ്ണയൊക്കെ ഇട്ടിട്ട് ആകെ ഒരു പരിവായി. പക്ഷെ നല്ല സുഖമുണ്ട്. ആൻഡ് ഞാൻ എന്തുകൊണ്ട് എടുത്തെടുത്ത് ഞാനൊരു ഗെയിം കളിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വേണ്ടത്. ഞാൻ എന്തുകൊണ്ട് എടുത്തെടുത്ത് നിങ്ങളുടെ അടുത്ത് പേരൻസിനെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മസാജിനൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞത്, എസ്പെഷ്യലി മെനപ്പോസ് കഴിഞ്ഞ അമ്മമാരെന്ന് പറഞ്ഞ റീസൺ എന്ന് വെച്ചാൽ പോസ്റ്റ് മെനപ്പോസ് അവരുടെ ബോഡിയിലുള്ള ബ്ലഡ് ഫ്ലോ റെഗുലേഷൻ കുറച്ചുകൂടെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവരത് ശ്രദ്ധിക്കില്ല. നമ്മുടെ എൻ്റെ അമ്മയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ വയ്യാന്ന് പറയുള്ളൂ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് നിർബന്ധം വിളിച്ച് പറയില്ല. ഒരു റിലാക്സേഷനുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത് ഇങ്ങനെ തൊടാതെ പറയും. കാരണം പൈസ സ്പെൻഡ് ചെയ്യണ്ടല്ലോ എന്നുള്ള വിചാരിച്ചു. കാരണം ഈ മസാജ് പരിപാടികൾക്കൊക്കെ ഒരു വിധപ്പെട്ട എല്ലായിടത്തും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം അമ്മ എന്താ പറയുക, വേണം എന്നില്ല എന്നുള്ള ടോണിലേ പറയുള്ളൂ. പക്ഷെ അങ്ങനെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ ഒരു റെജുവിനേഷൻ വേണമെന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അവരെ കൊണ്ടുപോകുക. പൈസ ഇച്ചിരി ചിലവായാലും കുഴപ്പമില്ല. കാരണം അവരുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെക്കാളും നമ്മളാണ് ശ്രദ്ധിക്കണം. ഈ പറയുന്ന വെച്ചിട്ട് ഞാൻ അത്ര ഒരു പുണ്യാർത്ഥിയും കാര്യങ്ങളൊന്നും അല്ല, ഞാൻ അത്ര ഒരു ഇതൊന്നും അല്ല. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ
ഈ പറയുന്ന കൂട്ട് അമ്മ വയ്യെന്ന് പറയുമ്പോൾ എങ്കിലും വയ്യാത്തതിൽ നിന്നും ഹെൽപ്പ് ചെയ്യാൻ പലപ്പോഴും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും വയ്യെന്ന് പറയുന്ന സമയത്ത് വിത്തൗട്ട് എനി ഫർദർ ഡിലേ ഹോസ്പിറ്റൽ സീൻസ് ആണെങ്കിലും ഇതുപോലത്തെ റെജുവിനേഷൻ കാര്യങ്ങളാണെങ്കിലും ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പം ആ പേരൻസ് ആർ അവർ വെൽത്ത് ആൻഡ് ഹെൽത്ത് ഇസ് വെൽത്ത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എന്തായാലും എല്ലാവരും ടേക്ക് കെയർ ചെയ്യുക. അപ്പം ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അണ്ടിൽ ഐ സീ ഓൾ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ അമി സൈനിങ് ഓഫ്. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലോട്ട്സ് ഓഫ് ലവ്. ഞാൻ പോയി കിടക്കട്ടെ കേട്ടോ. ഇന്നത്തെ ഉറക്കം ഒരു രക്ഷയില്ലാത്തൊരു ഉറക്കമായിരിക്കും. ഓക്കെ, ബൈ.